ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആദ്യം ഇപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസം ചില സ്ഥലത്തൊക്കെ നമുക്ക് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ അഗെയിൻ നമുക്കിപ്പോൾ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 12 ജില്ലകളിൽ നമുക്ക് യെല്ലോ അലർട്ടും നല്ല ഹീറ്റ് വരുന്നതായിട്ട് യെല്ലോ അലർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എ സി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അറിയാം എ സി ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് വരുന്നത് കറണ്ട് ബില്ലാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ നിങ്ങളൊരു എ സി, അതും ലേറ്റസ്റ്റ് എ സി ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കറണ്ട് ബില്ല് ഉപയോഗിക്കാം, അതിലൊരു മെയിൻ സെറ്റിംഗ് ഉണ്ട്. അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി നല്ല പോലെ സേവ് ചെയ്യാൻ പറ്റൂട്ടാ. അപ്പോൾ ആ ഒന്നല്ലെങ്കിൽ രണ്ടെന്ന് വേണമെങ്കിൽ പറയാം, രണ്ടും സെയിം ആയിട്ട് വരും. ആ മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് കൊണ്ടിരിക്കുക, നമുക്കൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ ഉണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പോൾ പുതിയ എ സികളൊക്കെ നിങ്ങൾക്ക് അറിയാം സ്മാർട്ട് എ സികളാണ്, കൺവേർട്ടബിൾ എ സികളാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ ഈ 2024 വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കൺവേർട്ടബിൾ എ സിയെങ്കിലും വാങ്ങിക്കാൻ നോക്കട്ടെ. അപ്പോൾ കൺവേർട്ടബിൾ എ സിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ടെന്നേജ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ റൂമിൽ ആകെ ഒരു ഉള്ളവന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും, അതായത് ഈ ടെന്നേജ് കുറയ്ക്കും. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എൻ്റെ പാനസോണിക് എ സി കാണിച്ചു തരാം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇവിടെ കൺവേർട്ടബിൾ മോഡൽ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഞാനിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് 40 കാണിക്കുന്നുണ്ട്. 40% ഇപ്പോൾ എ സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് 40 കാണിക്കുന്നത്, അല്ലാണ്ട് ടെമ്പറേച്ചർ അല്ല. അതായത് നമ്മുടെ എ സിയുടെ ഫുൾ പവറിൻ്റെ 40% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും ഇലക്ട്രിസിറ്റി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്കിത് ആക്ച്വലി ഒരു ബെറ്റർ പരിപാടി എന്താ വെച്ചാൽ നമുക്കിത് ഓട്ടോമോളിൽ ഇട്ടാലും മതി. ഓട്ടോമോളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അത് സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സംഭവം എടുത്തോളും. അതും നല്ലൊരു വേ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾ റൂമിൽ ആകെ ഒരാളുള്ളൂ. ഇപ്പം എൻ്റെ റൂമിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കുറഞ്ഞാണ് അതിൽ 40. നമുക്കിത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കൺവേർട്ട് മോഡ് അമർത്തി കഴിഞ്ഞാൽ 40 ഇപ്പം മാറി. ഇത് ഹൈ, ഇത് ഫാസ്റ്റ്, ഇത് 90%, 80%, 70%, 55%, 40%. ഇതാണ് ഏറ്റവും ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 40 ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഈ കൺവേർട്ടബിൾ മോഡലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെന്നേജ് കുറച്ചിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓട്ടോമോഡ് ഇട്ടാലും അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അപ്പോൾ ബെസ്റ്റ് ഓട്ടോമോഡാണ്. പക്ഷേ ചില എ സികളിൽ ഓട്ടോമോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറില്ല. നമുക്കിപ്പോൾ 26, 27 മതി എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ മാറില്ല. അപ്പോൾ അത് ലോക്കായി കിടക്കും. അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാനുവലി ഉപയോഗിക്കാം കേട്ടോ. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ടിപ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി എ സി ഉപയോഗിക്കുമ്പോൾ കുറയ്ക്കാനുള്ളത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്യാം. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ എ സി ബെസ്റ്റ് എ സി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ആമസോണിൻ്റെ ബെസ്റ്റ് പ്രൈസിൽ താഴെ കൊടുക്കുന്നുണ്ട്. മറക്കണ്ട, നല്ല ഡീലിൽ കിട്ടുന്നുണ്ട്. 2025 മോഡൽ തന്നെ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. അടുത്തില്ലാണോ?